ഈസാ പ്രവാചകൻ നടക്കാനിറങ്ങിയതാണ്. യാത്രക്കിടയിൽ 3 ആളുകളെ കണ്ടുമുട്ടുകയാണ്. അവരുടെ ശരീരം പാടെ ക്ഷീണിച്ചിരിക്കുന്നു. അവരുടെ ചർമ്മത്തിൻ്റെ നിറം മാറിയിരിക്കുന്നു. അവരോട് ഈ പരീക്ഷണാവസ്ഥയുടെ കാരണം പ്രവാചകൻ തിരക്കുകയാണ്. നരകത്തെപ്പറ്റി ചിന്തിച്ചിട്ടാണ് നബിയെ എന്നാണ് അവർ മറുപടി പറയുന്നത്. എങ്കിൽ അള്ളാഹുവിന് ബാധ്യതയാണ് നിങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ. അത്ര കണ്ട് നിങ്ങൾ കരഞ്ഞിരിക്കുന്നു. ഈസാ പ്രവാചകൻ ആ 3 പേരോടായി പറയുകയാണ്. ഈസാ പ്രവാചകൻ വീണ്ടും നടക്കുകയാണ്. ഇതാ മറ്റു 3 പേർ. മുമ്പ് കണ്ടവരെക്കാളും ക്ഷീണിതരാണവർ. കരഞ്ഞു തളർന്നിരിക്കുന്നു. ശരീരം ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ പോലെ ദുർബലമാണ്. നിങ്ങൾക്കെന്തു പറ്റി? പ്രവാചകൻ അവരെ കണ്ട് ചോദിച്ചു. നേരത്തെ ഞാൻ കണ്ട 3 പേരെക്കാൾ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, പ്രവാചകൻ പറയുകയാണ്. അവരുടെ ഉത്തരം, സ്വർഗം കൊതിച്ചിട്ടാണ് നബിയെ. കിട്ടിപ്പോകില്ലേ എന്ന ആശങ്ക, അമലുകൾ വൃഥാവിലാകുമോ എന്ന അസ്വാസ്ഥ്യം. അങ്ങനെ കരയാതിരിക്കും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നൽകാൻ അള്ളാഹുവിന് ബാധ്യതയാണ്. നരകത്തെ ഭയന്ന് കരഞ്ഞവനോ സ്വർഗത്തെ കുതിച്ച് കരഞ്ഞവനോ ആരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്? ഈസാ പ്രവാചകൻ വീണ്ടും നടക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു 3 പേരെ ഒരു മരച്ചുവട്ടിൽ കിടക്കുന്നതായിട്ട് ഈസാ നബി കാണുന്നത്. അസ്ഥിപഞ്ജരങ്ങൾ, കുഴിയിലാണ്ടുപോയ കണ്ണുകൾ, മുഖത്ത് 2 നീർച്ചാലുകൾ, വഴിഞ്ഞൊഴുകുന്നൊരു പുഴ പോലെയാണത്. ഭ്രാന്തമായ ഭാവദാഹികൾ, ഭക്ഷണം കണ്ടിട്ട് ആഴ്ചകളായിട്ടുണ്ടാവും. നിർത്താതെ കരയുന്ന ശരീരം നിറം മാറിപ്പോയിരിക്കുന്നു. പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അവർ പറയുകയാണ്, ഹുബ്ബാണ് നബിയെ, ഹുബ്ബാണ്. ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചത് പ്രണയം കൊണ്ടാണ്. സ്വർഗം കൊതിച്ചിട്ടല്ല, നരകം ഭയന്നുമല്ല. സ്നേഹം മാത്രമാണ് അവൻ്റെ ജലാലിയത്തിനെ ബഹുമാനിച്ചുകൊണ്ട്. ഈസാ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്തവരാണ്. നിങ്ങളാണ് സ്നേഹഭാജനങ്ങൾ. നിങ്ങളോട് കൂടെ സഹവസിക്കാനാണ് എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹം സ്വാർത്ഥതയല്ല. പകരമൊന്ന് പ്രതീക്ഷിച്ചല്ല സ്നേഹിക്കേണ്ടത്. സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക. പകരം തിക്താനുഭവങ്ങളാണെങ്കിലും ഒടുവിൽ സ്നേഹത്തിൻ്റെ മാധുര്യം ഹൃദയത്തിൽ നിറയും. സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഇബാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം പ്രാണനാഥനെ കണ്ടുമുട്ടലാണ്. തേനീച്ച വിശുദ്ധമായ മധു സംഭരിക്കുന്നു. വർണ്ണശബളവും സൗന്ദര്യവുമാർന്ന പുഷ്പതലങ്ങൾക്കുള്ളിൽ കുശലതയോടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആ മധു അത്യന്തം സൂക്ഷ്മതയോടെ കവർന്നെടുക്കാൻ തേനീച്ചയ്ക്ക് കഴിയുമെങ്കിൽ എത്രയോ ചാരുത ഭംഗിയിൽ നിറഞ്ഞിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൃപാരസമായ കനിവിനെ, റഹ്മത്തിനെ എന്തുകൊണ്ട് നമുക്കടുത്തുകൂടാ?